വെൽക്കം ടു സൈഹ വിത്ത് അനദർ ഓപ്പർച്യൂണിറ്റി നൽകുന്നത് CSIR CDRI Lucknow ആണ്. സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലക്നൗ നൽകുന്ന ഒരു ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി ആണ്. ഇനിയും ഇൻറ്റേൺഷിപ്പ് അല്ലെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രാമൊന്നും ലഭിക്കാത്ത സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എസ്പെഷ്യലി ത്രൂ ഔട്ട് ഇയർ ഓപ്പണിംഗ് ആയിട്ടുള്ള ഒരു ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ട്രെയിനിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങൾക്കിത് ലഭിക്കുന്നതാണ്. സോ CSIR CDRI അക്സെപ്റ്റ് ആപ്ലിക്കേഷൻ ഫ്രം പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ആണ്. സോ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനിയും നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി ലേറ്റ് ആക്കേണ്ട, നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ത്രൂ ഔട്ട് ഇയറാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്കുള്ളത്. അതും സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. സോ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളും ഉള്ള ഒരു ലാബും കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുക. സോ അതുപോലെ തന്നെ എലിജിബിലിറ്റി നോക്കുകയാണെങ്കിൽ സ്റ്റുഡൻസ് പേഴ്സ്യൂം ഇപ്പോൾ കറണ്ടായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കണം. അതും പോസ്റ്റ് ഗ്രാജുവേഷൻ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസും അതുപോലെ 55% മാർക്ക് അറ്റ്ലീസ്റ്റ് എക്സാമിനേഷനിൽ നിങ്ങൾക്ക് വേണ്ടതാണ്. അത് സ്കൂൾ ഗ്രാജുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടതായിട്ട് വരും. സോ അതുപോലെ തന്നെ ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഡ്യൂറേഷൻ വിൽ ബി റേഞ്ച് ഫ്രം മിനിമം 4 months ടു മാക്സിമം 1 year. സോ നിങ്ങൾക്കൊരു എൻ്റെ ഇയർ പ്രോജക്റ്റ് വരെ നിങ്ങൾക്ക് ഇതാക്കാൻ പറ്റുന്നതാണ്. ഫോർ മിനിമം 4 മാസമായിരിക്കും നിങ്ങൾക്കൊരു ഈ ട്രെയിനിങ് അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമായിട്ട് വരുന്നത്. സോ അതിൻ്റെ റെക്കമെൻഡേഷൻ ലെറ്റർ ഫ്രം ദ കോളേജ്, നിങ്ങളുടെ പാരൻറ്റ്, ഇൻസ്റ്റിറ്റ്യൂട്ട് HODൻ്റെ റെക്കമെൻഡേഷൻ ലെറ്ററും കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിനായിട്ട് നൽകേണ്ടതായിട്ട് വരുന്നതാണ്. സോ വെൻ ടു അപ്ലൈ എന്ന് പറയുന്നുണ്ട്. സോ അത് ത്രൂ ഔട്ട് ദ ഇയറും ആപ്ലിക്കേഷൻ ഓപ്പൺ തന്നെയാണ്, ഞാൻ ഓൾറെഡി അത് സൂചിപ്പിച്ചിരുന്നു. സോ ക്രൈറ്റീരിയ ഫോർ സെലക്ഷൻ എന്ന് പറയുന്നത് സാറ്റിസ്ഫൈങ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഡസ് നോട്ട് ഗ്യാരണ്ടി അക്സെപ്റ്റൻസ് ഫോർ ദ ട്രെയിനിങ് ഓർ ദ ഡിസർട്ടേഷൻ വർക്ക്. അതായത് ഇവിടെ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് സെലക്ട് ചെയ്ത പ്രോഗ്രാം അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതൊന്ന് ഈ ഒരു ഇൻറ്റേൺഷിപ്പ് അല്ലെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രാം ലഭിക്കുന്നത്. സോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന മുമ്പ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ആ ഒരു പ്രൊഫസേഴ്സ് അല്ലെങ്കിൽ അവിടെയുള്ള സയൻറ്റിസ്റ്റിൻ്റെ അണ്ടറിൽ വേക്കൻസി ഉണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം അപ്ലൈ ചെയ്യുക. അതുപോലെ അവൈലബിലിറ്റി ഓഫ് പ്രോജക്റ്റ് നോക്കുക. വേക്കൻസിനേക്കാളും കറണ്ടായിട്ട് ഏതൊക്കെ പ്രോജക്റ്റ്സ് പോകുന്നുണ്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ അവൈലബിലിറ്റി ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ലാബ് സ്പേസ് ഇൻ ദ കൺസേൺ ലബോറട്ടറി. അപ്പോൾ നിങ്ങൾ ഏത് ബ്രാഞ്ച് ഓഫ് ഫീൽഡാണോ നോക്കുന്നത് അതിനനുസരിച്ചിട്ട് ആ ലാബ് കാര്യങ്ങളും നോക്കുക. അതിൽ പ്രോജക്റ്റ് ഓൺ ഗോയിങ് ആണെങ്കിൽ ഡെഫിനറ്റായിട്ട് അത് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ അത് നോക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിന് ഓരോരോ പ്രൊഫസേഴ്സിൻ്റെ പ്രൊഫൈലും കയറി നോക്കുക അതിന് വേണ്ടിയിട്ട്. സോ ഫീ നോക്കുകയാണെങ്കിൽ 5,000 rupees പെർ മന്ത് ആണ് ഇൻക്ലൂസീവ് GST വരുന്നത്. അപ്പോൾ 4 മാസമാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് 20,000 rupees ഒക്കെ ആയിരിക്കും വരുന്നത്. സോ ടൈം ഓഫ് ജേർണി നിങ്ങൾക്ക് ആ സമയത്ത് ഈ ഒരു പേയ്മെൻറ്റ് അടയ്ക്കേണ്ടതായിട്ട് വരും. അറ്റൻഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. 80% അറ്റൻഡൻസ് വേണ്ടതായിട്ട് വരും. സോ ട്രെയിനിങ് ഫോൾ ബിലോ ദിസ് അറ്റൻഡൻസ് ത്രഷോൾഡ് സർട്ടിഫിക്കറ്റ് വിൽ നോട്ട് ബി പ്രൊവൈഡഡ് എന്ന് പറയുന്നുണ്ട്. സോ അറ്റൻഡൻസ് മാൻഡേറ്ററി ആണ്. അതുപോലെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് പറയുന്നുണ്ട്. ചാർജ് ബേസിസിലും അതുപോലെ തന്നെ ഫസ്റ്റ് കം ഫസ്റ്റ് ബേസിസിലുമാണ്. സോ 50 rupees പെർ ഡേ ആണ് അവർ പറയുന്നത്. ഇൻക്ലൂസീവ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ ബിൽ പെർ ഡേ ആണ് അവർ പറയുന്നത്. സോ ഹൗ ടു അപ്ലൈ എന്ന് ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് രജിസ്ട്രേഷൻ അതുപോലെ ആപ്ലിക്കേഷൻ ഫോം 2 ഫോമാണ് വരുന്നത്. സോ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യേണ്ടതാണ്. സോ ഇനി കോൺടാക്ട് ഡീറ്റെയിൽസ് അതുപോലെ ഇനി ഫർദർ എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അഡ്രസ്സിൽ ബന്ധപ്പെട്ടാലും മതി. സോ ഇതൊരു മികച്ചൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. CSIR CDRIൻ്റെ അണ്ടറിൽ നിങ്ങൾക്ക് പ്രോജക്റ്റ് അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പ് ഡെസ്റ്റിനേഷൻ ട്രെയിനിങ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ ഡെഫിനറ്റായിട്ട് അവർക്ക് കൂടെ അത് ഉപകാരപ്പെടുന്ന ആർക്കെങ്കിലും അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കുക. സോ ഇതുപോലുള്ള ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.